പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള തിരുവചന ഭാഗമാണ്. ഇത് മംഗലവാർത്താകാലത്തിന്റെ 4-ാമത്തെ ഞായറാഴ്ചയാണ്. ക്രിസ്മസിന് ഇനി 3 ദിവസങ്ങൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ക്രിസ്മസിന് മുന്നോടിയായിട്ട് വിശുദ്ധ ഔസേപ്പിതാവിനെ കുറിച്ച് ധ്യാനിക്കാൻ സഭ നമ്മളോട് ആവശ്യപ്പെടുന്ന ഭാഗമാണ്. യഥാർത്ഥത്തിൽ വിശുദ്ധ മത്തായി ശ്ലീഹ തൻ്റെ സുവിശേഷം ആരംഭിക്കുന്നത് ഈ ഭാഗം മുതലാണ്. ഇതിനു മുമ്പത്തേത് വംശാവലി ഗ്രന്ഥമാണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തിൽ നിന്നാണ് വിശുദ്ധ മത്തായി ശ്ലീഹ രക്ഷാകര ചരിത്രം മുഴുവൻ അവതരിപ്പിക്കുന്നതെന്ന് നമുക്ക് പറയാം. ഈ ഭാഗം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: യേശു ക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. ലോകചരിത്രത്തെ ഏറ്റവും അധികം സ്വാധീനിച്ചവന്റെ ജനനം ഇപ്രകാരമായിരുന്നു എന്നാണ് അതിൻ്റെ ധ്വനി. അഥവാ ഈ ഭൂമി കണ്ടതിൽ വെച്ച് ഏറ്റവും മഹത്തായ ആ ജനനം ഇപ്രകാരമായിരുന്നു എന്നാണ്. അതുല്യവും അസാധാരണവുമായ ഈ ജനനത്തെ ഉയിർപ്പിൻ്റെ പ്രഭയിൽ നിന്നുകൊണ്ട് നോക്കിക്കാണുമ്പോൾ മത്തായി സുവിശേഷകനുണ്ടാകുന്ന അത്യാദരവിൻ്റെ പ്രകടനമാണ് ഈ വാക്യം എന്ന് നമുക്ക് പറയാം. യേശു ക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ധ്യാന ചിന്തകൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഈശോയുടെ ജനനത്തെക്കുറിച്ച് നമുക്കുള്ള ബോധ്യം എങ്ങനെയാണ്? ലോകത്തിലെ ഏറ്റവും മഹത്തായ ജനനമാണ് ഈശോയുടെ ജനനമെന്ന് യഥാർത്ഥത്തിൽ നമുക്ക് ബോധ്യമുണ്ടോ? നമ്മുടെ തലമുറയ്ക്ക് ബോധ്യമുണ്ടോ? ഈ ലോകചരിത്രത്തെ രണ്ടായിട്ട് തരംതിരിച്ച അത്യസാധാരണമായ ജനനമാണ് ഈശോയുടെ ജനനമെന്ന ബോധ്യം നമ്മുടെ തലമുറയ്ക്ക് നമുക്ക് പകർന്നു കൊടുക്കാൻ ആകുന്നുണ്ടോ? നമ്മളെങ്ങനെയാണ് ഈ ക്രിസ്മസിന് ഒരുങ്ങുന്നത്? ഈ ജനനത്തെ ഏത് തരത്തിലുള്ള ആദരവോടെയാണ് നമ്മൾ ഹൃദയത്തിൽ പേറുന്നത്? നമ്മുടെ വീടുകളിൽ നമ്മൾ നക്ഷത്രം ഇട്ടിട്ടുണ്ടോ? ഫ്രാൻസിസ് പാപ്പായുടെ ആഹ്വാനം, എല്ലാ വീടുകളിലും പുൽക്കൂടുണ്ടാക്കണമെന്ന ആഹ്വാനം നമ്മൾ യഥാർത്ഥത്തിൽ നടപ്പിലാക്കുമോ? എങ്ങനെയാണ് നമ്മൾ ഈ കാലത്തിൽ 2 ദിവസമെങ്കിലും കൂടുതൽ നമ്മൾ ഈ ക്രിസ്മസ് കാലത്ത് കുർബാനയിൽ പങ്കെടുത്തിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു മാറ്റം ഈ കാലത്ത് നമ്മൾ നടത്തിയിട്ടുണ്ടോ? നമ്മൾ ഇറച്ചിയെങ്കിലും നമ്മുടെ നോമ്പിൽ ഒഴിവാക്കിയിട്ടുണ്ടോ? എങ്ങനെയാണ് നമ്മൾ ഈ ജനനത്തെ കണ്ടത്? അതോ കലണ്ടറിലെ ഒരു അവധി ദിവസം എന്ന നിലയിൽ നമ്മൾ ക്രിസ്ത്യാനികൾ എന്ന നിലയ്ക്ക് ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഒരു ബോധ്യവുമില്ലാത്ത രീതിയിൽ, ഈ കാലത്ത് യാതൊരൊരുക്കവുമില്ലാത്ത രീതിയിൽ അങ്ങനെ നമ്മൾ ഇതിനെ തള്ളിവിടുകയാണോ? നമ്മൾ യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടതാണ്. ക്രൈസ്തവൻ എന്ന നിലയ്ക്ക് നമുക്ക് ഈ ബോധ്യങ്ങളുണ്ടോ? നമുക്ക് ഈ ആദരവുണ്ടോ? ഈശോയോടുള്ള സ്നേഹമുണ്ടോ? അത് നമ്മൾ ഈ ഭാഗത്ത് നമ്മൾ ചിന്തിച്ചു തുടങ്ങണം. ഇനി ഈ ഭാഗം ഇതൾ വിരിയുന്നത് യൗസേപ്പിതാവിനുണ്ടാകുന്ന സ്വപ്നത്തോടെയാണ്. ഈശോയുടെ ജനനത്തെ മത്തായി ശ്ലീഹ അവതരിപ്പിക്കുന്നത് യൗസേപ്പിതാവിൻ്റെ സ്വപ്നത്തിലൂടെയാണ്. യൗസേപ്പിതാവിൻ്റെ സ്വപ്നത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ നമ്മൾ അറിയാതെ പൂർവ്വ യൗസേപ്പിനെ ഓർത്തു പോവുകയാണ്. പൂർവ്വ യൗസേപ്പ് ഒരു സ്വപ്നക്കാരനായിരുന്നല്ലോ, സ്വപ്നം വിശദീകരിക്കുന്നവനായിരുന്നല്ലോ. അദ്ദേഹത്തിന് പഴയ ദുരിതപൂർവമായ കാലങ്ങളെക്കുറിച്ചും ശോഭയുള്ള കാലങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള സ്വപ്നങ്ങളുണ്ടായിരുന്നല്ലോ. അദ്ദേഹമല്ലേ യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളെ അവരുടെ ദുരിതകാലത്ത് സംരക്ഷിച്ചത്? ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളെ ദുരിതകാലത്ത് സംരക്ഷിച്ച പൂർവ്വ യൗസേപ്പിൻ്റെ ആ സ്മരണയിൽ യഥാർത്ഥത്തിൽ ദൈവം ആ പൂർവ്വപിതാവിനെ മറന്നുപോയില്ല എന്നതിൻ്റെ സൂചന കൂടിയല്ലേ ഈശോയുടെ വളർത്തച്ഛന് യൗസേപ്പ് എന്ന പേര് ഉണ്ടായത്? യൗസേപ്പിതാവ് ഈ സംരക്ഷകനല്ലേ? യൗസേപ്പിതാവ് കാവൽക്കാരനല്ലേ? ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും ഈശോയെ കൊണ്ടുപോയ പാലിച്ചവനല്ലേ, പാലകനല്ലേ യൗസേപ്പിതാവ്? അതുകൊണ്ടാണ് ഫ്രാൻസിസ് പാപ്പ ഈ വലിയ പാർശ്വവ്യാധിയുടെയൊക്കെ സമയത്ത് പറഞ്ഞത്, ഫറവോ പൂർവ്വ യൗസേപ്പിനെ ചൂണ്ടി പറഞ്ഞതുപോലെ യൗസേപ്പിന്റെ പക്കലേക്ക് പോകൂ എന്ന് പറഞ്ഞ്, യൗസേപ്പിതാവിനോട് മാധ്യസ്ഥം അപേക്ഷിക്കൂ എന്ന് പറഞ്ഞ് ശക്തനായ കാവൽക്കാരനാണ്, സംരക്ഷകനാണ് യൗസേപ്പിതാവ്, പൂർവ്വ യൗസേപ്പിനെ പോലെ. ഇനി നമ്മൾ ഈ സ്വപ്നത്തിലേക്ക് വരുമ്പോൾ വളരെ ആശങ്കപ്പെടുത്തുന്ന അങ്ങേയറ്റം സങ്കടകരമായ കാര്യങ്ങളാണ് ദൈവദൂതൻ പറയുന്നത്. വിവാഹ ഉടമ്പടി എന്ന് പറയുന്നത് യഹൂദന്മാരെ സംബന്ധിച്ച് അലംഘനീയമായ കാര്യമായിരുന്നു. അപ്പോഴാണ് ഗർഭിണിയാണ് ഭാര്യ എന്ന വാർത്ത അറിയുന്നത്. അങ്ങേയറ്റം ദുഃഖത്തിലാകുന്ന ഭർത്താവ്. പക്ഷേ
എല്ലാ മനുഷ്യനും തകർന്നു പോകുന്ന പ്രതിശുദ്ധ വധുവിനെ കുറിച്ച് മോശമായതെല്ലാം മനസ്സിൽ വരികയും അവളെ ഇല്ലായ്മ ചെയ്യണം എന്ന കടുത്ത പകയിലേക്കും അമർഷത്തിലേക്കും പോകുന്ന സമയത്താണ് യൗസേപ്പ് എന്ന മനുഷ്യൻ സ്വർഗത്തോളം ഉയരുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ട് മാറുന്നത്. ആകാശങ്ങളെ തൊടുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമയായി യൗസേപ്പ് പിതാവ് നിൽക്കുകയാണ്. ഭൂമിയിൽ നിന്ന് വളർന്ന് മഹത്വത്തിൻ്റെ തലങ്ങളിലേക്ക് ഉയർന്നു നിൽക്കുന്ന വ്യക്തിത്വം. ഇവിടെ പറയുന്നത് യൗസേപ്പ് നീതിമാനാകിയാൽ ഭാര്യയെ രഹസ്യമായി ഉപേക്ഷിച്ചാലോ എന്ന് വിചാരിക്കുന്നു. അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാകിയാൽ. വിശുദ്ധ ബൈബിൾ വളരെ ലളിതമായ ഭാഷയിൽ എന്നാൽ ശക്തമായ ഭാഷയിൽ ആരാണ് യൗസേപ്പ് എന്ന് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥം 2 മഹാപുണ്യങ്ങളിലാണ് അടിസ്ഥാനമാക്കിയിരിക്കുന്നത്. ഒന്ന് നീതിയാണ്, 2 കാരുണ്യമാണ്. നോക്കൂ, യൗസേപ്പ് നീതിമാനായിരുന്നു എന്ന് വിശുദ്ധ ഗ്രന്ഥം പറയുന്നു. അതോടൊപ്പം തന്നെ അതിനോട് ചേർത്തിട്ട് പറയുന്നു യൗസേപ്പ് കാരുണ്യവാനുമായിരുന്നു. അപ്പോൾ ദൈവത്തെ സൂചിപ്പിക്കുന്ന 2 പദങ്ങളാണ് കാരുണ്യവാനായ ദൈവമേ, നീതിമാനായ പിതാവേ. ഇത് രണ്ടും യൗസേപ്പ് പിതാവിൽ വിളങ്ങിയിരുന്നു എന്ന് നമ്മൾ ഓർക്കുക. അതുകൊണ്ടാണ് ഫ്രാൻസിസ് പാപ്പ പിതൃഹൃദയത്തോടെ എന്ന് പറയുന്ന അപ്പസ്തോലിക ലേഖനത്തിൽ പറഞ്ഞത്, ഭൂമിയിൽ ദൈവത്തിൻ്റെ നിഴലുപോലെ ജീവിച്ചവനായിരുന്നു യൗസേപ്പ്. നോക്കുക, ദൈവത്തിൻ്റെ വ്യക്തിത്വം മനസ്സിൽ പേറിയ ആൾ, നീതിയും കാരുണ്യവുമുള്ള മനുഷ്യൻ, ഭൂമിയിൽ ദൈവത്തിൻ്റെ നിഴലുപോലെ ജീവിച്ചവനാണ് യൗസേപ്പ് എന്നുള്ളത്. നീതിമാൻ എന്ന പദത്തിന് നമ്മൾ 15-ാം സങ്കീർത്തനത്തിലാണ്, നമ്മുടെ വിശുദ്ധ കുർബാനയുടെ ചില സന്ദർഭങ്ങളിൽ നമ്മൾ ചെല്ലുന്ന ആ സങ്കീർത്തനമാണ് പറയുന്നത്. ആരാണ് നീതിമാൻ? അവിടെ ഉത്തരം പറയുന്നു, കർത്താവേ, നിന്റെ കൂടാരത്തിൽ ആര് വസിക്കും? നിന്റെ വിശുദ്ധഗിരിയിൽ ആര് വിശ്രമിക്കും എന്നാണ് ചോദ്യം. അതിൻ്റെ ഉത്തരമാണ് നീതി ഉള്ള മനുഷ്യൻ എന്നുള്ളത്. നീതിമാന്റെ വിശേഷണം പിന്നെ പറയുന്നു, വഞ്ചിക്കാത്തവൻ, കള്ളസത്യം ചെയ്യാത്തവൻ, അയൽക്കാരനെതിരായ പ്രേരണയ്ക്ക് വഴങ്ങാത്തവൻ, ദുഷ്ടനോട് കൂട്ടുചേരാത്തവൻ, ദൈവഭക്തനെ മാനിക്കുന്നവൻ, ഇങ്ങനെ ജീവിക്കുന്നവൻ നീതിമാനാവുന്നു. നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ഇതാണ്, ഞാനും നിങ്ങളും നമ്മളൊക്കെ നീതിയുള്ള മനുഷ്യരാണോ? നമ്മൾ കാരുണ്യമുള്ള മനുഷ്യരാണോ? നമ്മൾ ദൈവത്തിൻ്റെ പ്രകൃതി നമ്മൾ പേറുന്നവരാണോ? മനുഷ്യനെ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന് ഉൽപ്പത്തി പുസ്തകം പറയുന്ന ആ വാക്യങ്ങളുടെ പ്രതിഫലനം നമ്മുടെ ജീവിതത്തിലുണ്ടോ? യൗസേപ്പ് യഥാർത്ഥത്തിൽ ആ ഉൽപ്പത്തി പുസ്തകത്തിലെ വാക്യങ്ങൾ പ്രതിഫലിപ്പിച്ചയാളാണ്. ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവും നീതിയും കാരുണ്യവുമുള്ള മനുഷ്യൻ. നമ്മളങ്ങനെ ആണോ? ഞാൻ ഓർക്കുന്നത്, കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഒരു വില്ലേജ് ഓഫീസറിൻ്റെ വീട്ടിൽ പോയതാണ്. ആ വില്ലേജ് ഓഫീസറിനെ പരിചയമുണ്ട്. വേറൊരു കൂട്ടുകാരനായ അച്ഛൻ്റെ കൂടത്ത് ഞങ്ങൾ കുട്ടനാട് ഒരു സ്ഥലത്താണ് ഞങ്ങൾ ആ വില്ലേജ് ഓഫീസറെ കാണാനായിട്ട് പോയി. അപ്പോൾ അവിടെ ഒരു വീട് പണിതിരിക്കുന്നു. ആ വീട് വെഞ്ചരിക്കുന്ന സമയത്ത് പോകാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞങ്ങൾ പിന്നീട് പോയതാണ്. അവിടെ ചെന്ന് വീടുകളെല്ലാം കയറി കണ്ട് എല്ലാം ഞങ്ങൾ പറഞ്ഞു, മനോഹരമായിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ്റെ ഭാര്യ ഞങ്ങളോട് പറഞ്ഞ വാക്യം ഓർക്കുകയാണ്. മനുഷ്യൻ്റെ ഭാര്യ പറയാം, അച്ഛന്മാരെ, ഇതെല്ലാം ദൈവം തന്നതാണ്. കാരണം എൻ്റെ ഭർത്താവ് നീതിമാനായ മനുഷ്യനാണ്. ഞങ്ങളുടെ ഹൃദയം ജ്വലിച്ചു. ആ സമയത്ത് ഹൃദയത്തിൽ വല്ലാത്തൊരു, ആ വാക്കുകൾ എന്തോ വലിയൊരു ദൈവികമായ ഒരു നിറവ് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന വാക്യങ്ങളായിരുന്നു. എൻ്റെ ചേട്ടായി നീതിമാനാണ് അച്ഛന്മാരെ. ഒരു ഫയലും വെച്ച് താമസിപ്പിക്കില്ല, ആരോടും കൈക്കൂലി വാങ്ങില്ല, പാവപ്പെട്ടവരാണെന്നറിഞ്ഞാൽ പ്രത്യേക പരിഗണന കൊടുക്കും. എൻ്റെ ചേട്ടായി നീതിമാനായതുകൊണ്ട് ദൈവം ഞങ്ങൾക്ക് നൽകിയ സൗഭാഗ്യമാണ് എന്ന് പറയുന്ന ഒരു ഭാര്യ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ക്രിസ്മസ് കാലത്ത് യൗസേപ്പ് പിതാവിൻ്റെ വ്യക്തിത്വത്തെ ധ്യാനിക്കണം. യൗസേപ്പ് പിതാവിനെ പോലെ ക്രിസ്ത്യാനികളായ നമ്മൾ നീതിയും കാരുണ്യവും ഉള്ളവരായിട്ട് വർത്തിക്കാൻ ഇടവരണം. അതിന് ഈ വലിയ മഹാനായ തച്ചനോട് നമുക്ക് മാധ്യസ്ഥ്യം തേടാം. യൗസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥം നമുക്കുണ്ടാകട്ടെ. ഈശോ നമ്മെ അനുഗ്രഹിക്കും. Subscribe now and press the bell icon. Never miss an update.